मैं नितिन जयराम गडकरी जो लोकसभा का सदस्य निर्वाचित हुआ हूँ, ईश्वर की शपथ लेता हूँ कि मैं विधि द्वारा स्वापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा तथा जिस पद को मैं ग्रहण करने वाला हूँ उसके कर्तव्यों का श्रद्धापूर्वक निर्वहन करूंगा। श्री शिवराज सिंह चौहान। मैं शिवराज सिंह चौहान जो लोकसभा का सदस्य निर्वाचित हुआ हूं, ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा तथा जिस पद को मैं ग्रहण करने वाला हूं उसके कर्तव्यों का श्रद्धापूर्वक निर्वहन करूंगा। പാർലമെന്റ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങാണ്. ആദ്യം പ്രോട്ടം പാനൽ അംഗങ്ങൾ എന്ന നിലയിലാണ് സത്യപ്രതിജ്ഞ നടക്കുന്നത്. ഡി ധനസുമതി വിവരങ്ങളുമായി. സുമതി, ഇപ്പോൾ നടക്കുന്നത് എന്താണ്? ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആദ്യം നരേന്ദ്രമോദി പ്രധാനമന്ത്രി തന്നെയാണ് പാർലമെന്റ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനുശേഷം പ്രോട്ടേം പാനലിലെ അംഗങ്ങളെയാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പ്രോട്ടേം സ്പീക്കർ ഭർതൃഹരി മഹതാബ് വിളിച്ചത്. ആദ്യം തന്നെ വിളിച്ചത് കൊടിക്കുന്നിൽ സുരേഷാണ്. പക്ഷേ ഇന്ന് ഇന്ത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും ഒരു തീരുമാനമുണ്ടായിരുന്നു. അങ്ങനെ പ്രോട്ടേം സ്പീക്കറെ സഹായിക്കാനുള്ള ഒരു പാനലിൽ വെറും അംഗമായിട്ട് മാത്രം കൊടിക്കുന്നിലിനെ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. കാര്യം 8 തവണ അദ്ദേഹം അംഗമായിട്ടുള്ള ആളാണ്. 7 തവണ അംഗമായിട്ടുള്ള ഭർതൃഹരി മഹതാബിന് സീനിയോറിറ്റി മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതൊരു ദളിത് വിഭാഗത്തു നിന്നുള്ള ഒരു MP-യെ അവഗണിക്കുകയാണ് പ്രതിപക്ഷ നിരയോട് കാണിക്കുന്ന. ഇതാണ് ഇവരുടെ സമീപനം. ഇതൊരു ഭരണഘടനാ ലംഘനം ആദ്യം തന്നെ സത്യപ്രതിജ്ഞയിൽ തന്നെ നടത്തിയിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കൊടിക്കുന്നിൽ. അതുകൊണ്ട് ആദ്യം മോദിക്ക് ശേഷം സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് കൊടിക്കുന്നിലായിരുന്നു. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. അതേസമയം ഇപ്പോൾ പാർലമെന്റിലേക്ക് ഇവർ കയറിയപ്പോൾ അതിനു മുമ്പ് പ്രതിപക്ഷ അംഗങ്ങൾ എല്ലാവരും സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പായി എല്ലാ അംഗങ്ങളും സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭരണഘടന പാർലമെന്റിന്റെ മുന്നിൽ ഉയർത്തിപ്പിടിച്ചിരുന്നു. അങ്ങനെ പാർലമെന്റിന്റെ ഷാഫി പറമ്പിൽ അടക്കമുള്ള MP-മാരാണ് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് സോണിയാഗാന്ധിയുടെ അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലേക്ക് പാർലമെന്റിന്റെ അകത്തേക്ക് പ്രവേശിച്ചത്. ഇപ്പോൾ അംഗങ്ങളുടെ പാനലിലെ അംഗങ്ങൾക്ക് ശേഷം ഓരോ കേന്ദ്രമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജ്നാഥ് സിംഗ് സത്യപ്രതിജ്ഞ ചെയ്തു, അമിത്ഷാ, അതിനുശേഷം ഇപ്പോൾ കൃഷി മന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവരാണ്, ഗഡ്കരി തുടങ്ങിയവരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ക്യാബിനറ്റ് അംഗങ്ങൾ തന്നെയാണ് പ്രധാനമായും സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതിനുശേഷം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരായിരിക്കും. അതിനുശേഷമായിരിക്കും സഹമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതിനുശേഷമാണ് പിന്നെ ഓരോ സംസ്ഥാനങ്ങളിലായി അവർ ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആദ്യം ആന്ധ്രാപ്രദേശിലെ MP-മാരായിരിക്കും, പിന്നെ അരുണാചൽ പ്രദേശ്. അങ്ങനെ ഒരു ഉച്ച കഴിയുമ്പോഴാണ് ഒരു കേരളത്തിൽ നിന്നുള്ള MP-മാർ സത്യപ്രതിജ്ഞ ചെയ്തത്. കാസർഗോഡ്, കണ്ണൂർ, വടക്കു നിന്നുള്ള ഒരു രീതിയിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് രാജ്മോഹൻ ഉണ്ണിത്താനായിരിക്കും. ശരി, ഡി ധനസുമതാണ് വിവരങ്ങൾ നൽകുന്നത്. പാർലമെന്റിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു.